ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. തൃത്താല നിയോജക മണ്ഡലത്തിലെ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി കാവ് സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ വരുന്ന 27-ാം തീയതി ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി കക്കാട്ടുമനയുടെ പരിസരത്തുള്ള കാവ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നടക്കുകയാണ്. തിരുമറ്റക്കോട് പഞ്ചായത്തിന് 50ഓളം കാവുകളാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ടുള്ളത്. ഇതിന്റെ തൃത്താല നിയോജകമണ്ഡലത്തിന്റെ ആദ്യ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്നിവിടെ പ്രവർത്തിക്കുന്നത്. വിവിധ കലാപരിപാടികളുടെയും അതുപോലെ തന്നെ നിരവധി കുട്ടികളുടെയും ആയുർവേദ സസ്യങ്ങളും അതുപോലെ തന്നെ കാട്ടുവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ചുകൊണ്ട് കുടിവെള്ളത്തിന്റെ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും പരിപാടികൾ നടപ്പാക്കുന്നത്. തൃത്താല നിയോജക മണ്ഡലം തന്നെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10,000-കണക്കിൽ തെങ്ങുംതൈകൾ വെച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള മഴക്കുഴികൾ നിർമ്മിച്ച് അതിൽ വെള്ളം ആഴ്ന്നിറങ്ങുന്ന പരിപാടിയും അതുപോലെ തന്നെ 600-ൽ പരം കിണർ റീചാർജ് ചെയ്തുകൊണ്ട് മഴ പെയ്യുന്ന വെള്ളത്തെ പിടിച്ചു നിർത്തി കിണറിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം, അങ്ങനെയുള്ള പച്ചത്തുരുത്തുകളുടെ നിർമ്മാണം, ഇങ്ങനെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നിയോജക മണ്ഡലത്തിൽ ആദ്യമായി നടത്തുന്ന പ്രവർത്തനം തിരുമറ്റക്കോടായതുകൊണ്ട് അഭിമാനം കൂടി തിരുമറ്റക്കോട് പ്രസിഡന്റ് നിലയ്ക്കുണ്ട്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി, ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന 100 കാവുകൾ പച്ചത്തുരുത്തുകൾ എന്ന പേരിലുള്ള സമഗ്ര സംയോജിത ഹരിത പദ്ധതിയുടെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി,
ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് തൃത്താല നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിക്കൊണ്ട് 100 കാവുകൾ പറ്റിത്തുരുത്തുക എന്ന നൂതന ഹരിത പദ്ധതി തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പുരാതന കാലങ്ങളിൽ ഉണ്ടായിരുന്ന കാവുകളും അതുപോലെ തന്നെ പച്ചത്തുരുത്തുകളും സംരക്ഷിക്കപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിലേക്ക് അനിവാര്യമാണ്. ഈ അവസരത്തിലാണ് ബഹുമാനപ്പെട്ട തൃത്താലയിലെ MLA കൂടിയായ വിദേശകാര്യ മന്ത്രി ശ്രീ MB രാജേഷിന്റെ ദീർഘവീക്ഷണത്താൽ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഇവിടെ ജലലഭ്യത വളരെ കുറവാണെന്നും കുടിവെള്ളക്ഷേമത്തിന് ഏറെ പ്രശ്നം ഉണ്ടെന്ന് അദ്ദേഹം പ്രചരിപ്പിക്കുകയും പിന്നീട് അദ്ദേഹം സമഗ്രമായ ചർച്ചയിലൂടെ എന്താണ് തൃത്താലയിൽ കുടിവെള്ളത്തിന് ഇത്ര രൂക്ഷമായ പ്രശ്നം എന്ന് പഠിച്ചുകൊണ്ട് തൃത്താല ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് തൃത്താലയിലെ ജലലഭ്യത എന്ന് മനസ്സിലാക്കി ഒരു ദീർഘവീക്ഷണ പദ്ധതിക്ക് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുമായി ആലോചിച്ച് വിവിധങ്ങളായുള്ള ശില്പശാലകൾ കൂടി ഒരു ദീർഘവീക്ഷണ പദ്ധതിയോടുകൂടി തൃത്താല അസംബ്ലി മണ്ഡലത്തിലെ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ കക്കാട്ടുമലയിൽ വെച്ച് 100 കാവുകളുടെ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തീർത്തും ഇന്ന് ലോകത്തിൽ തന്നെ ഇതൊരു തൃത്താല മാതൃകയായി വരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതോടുകൂടി കേരളത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്തെ എല്ലാ കാവുകളും പച്ചത്തുരുത്തുകളും സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ കേരളത്തെ വീണ്ടും ഒരു ഹരിത കേരളമാക്കി മാറ്റിയെടുക്കുകയും കുടിവെള്ള ക്ഷാമം പരിഹരിക്കുകയും തിരുമറ്റക്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനവും സന്തോഷവും വ്യക്തമാണ്. ഈ തിരുമറ്റക്കോട് പഞ്ചായത്ത് ഈ പദ്ധതിയോടുകൂടി നമ്മുടെ ഈ രാജ്യത്ത് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നതിന് എല്ലാവിധ ആശംസകളും